Hi, welcome to Nin's Creative Time. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു wall art ആണ്. നമുക്ക് ലിവിംഗ് റൂമിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള wall art. പിന്നെ ഈ ഒരു wall artന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു wall art ചെയ്യുന്നത്. അത് മാത്രമല്ല wall ഒന്നും നാശാവാത്ത രീതിയിൽ ഈ ഫ്ലവേഴ്സ് ഒക്കെ wall പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലൂ സ്റ്റിക്ക് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഫെൻസ് ഗാർഡന്റെ വീഡിയോയിലും പിന്നെ ആനിവേഴ്സറി ഡെക്കറേഷൻ വീഡിയോയിലൊക്കെ ഇതുപോലെ ഒരു ചെറിയ wall art ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടു നോക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു wall art എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് കളർ പേപ്പേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കളറിലാണോ ചെയ്യാൻ പോണത് അപ്പോൾ ആ കളറിൻ്റെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ നമ്മൾ ആ പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. ഇനി ഈ ഒരു പേപ്പർ പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഇനി ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 4 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ ആയിട്ടാണ് കിട്ടുക. ഇനി ഈ ഒരു ഫ്ലവർ നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് അതിൻ്റെ സെൻറ്ററിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ചെറിയ ചെറിയ ചുളികൾ വരുമ്പോൾ നമ്മുടെ ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് പീസിലും ചെയ്യാം. നെക്സ്റ്റ് ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഇതുപോലൊരു ചെറിയ പീസ് ബ്ലാക്ക് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതൊന്ന് 4ആയി ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു കോർണർ സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ ഒരു പീസ് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ 2 കളറിലുള്ള ഫ്ലവേഴ്സ് നമ്മൾ കുറച്ചധികം ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഇനി നമ്മൾ ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് ബ്ലേഡ് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരുപാട് ലീവ്സ് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 3-4 പേപ്പർ പീസസ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ് ടൈമിൽ കുറച്ചധികം ലീവ്സ് ഒരുമിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ പല സൈസിലുള്ള ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഏറ്റവും ചെറിയ സൈസിലുള്ള ലീവ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡ് പ്ലെയിൻ ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇനി നമുക്ക് ഫ്ലവർ ബഡ്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഡാർക്ക് പിങ്ക് കളർ പേപ്പറിൽ നിന്ന് ഒരു ചെറിയ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളതൊന്നൊരു ചെറിയ പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. ഇനി ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ പീസും നമ്മൾ ഇതുപോലെ തന്നെ ഏകദേശം ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഗ്രീൻ പേപ്പർ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ബഡ്സിന് സെറ്റ് ചെയ്യാനുള്ള സെപ്പലാണ്. അതുകൊണ്ട് അതൊരു സ്മോൾ സൈസിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ 2 പീസസും കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഈ ഒരു ഫ്ലവർ ബഡ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ പല സൈസിലുള്ള ഫ്ലവർ ബഡ്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇനി നമുക്ക് ഹാങ്ങിങ് പേപ്പർ ലാമ്പ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ചെറിയ പേപ്പർ പീസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഒരു ലാമ്പിൻ്റെ ടോപ്പ് പോർഷനൊന്ന് നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ലാമ്പ് ബ്ലാക്ക് കളർ പേപ്പർ പീസിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ബ്ലാക്ക് കളർ പേപ്പർ പീസിൽ ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് വൈറ്റ് പേപ്പർ പീസിൽ ഒരു പാറ്റേൺ പോലെ വരച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ പീസിൽ ഇതുപോലെ ചെയ്യാം. ഇനി ഈ ബ്ലാക്ക് പേപ്പർ പീസ് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഈ ഒരു ലാമ്പിന് എത്ര സൈസ് വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പേപ്പർ പീസസ് എടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് ഇതുപോലൊരു ചെറിയ ബ്ലാക്ക് കളർ പേപ്പർ പീസും കൂടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്ലാക്ക് പേപ്പർ പീസിൽ നിന്ന് ഇതുപോലെ തിന്നായിട്ട് 4 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഹൈറ്റ് സെയിം ആയിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് മെഷർ ചെയ്തിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഏകദേശം ഒരു സെയിം ആയിട്ട് ഇതുപോലെ തിന്നായിട്ട് പേപ്പർ പീസസ് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഒട്ടിക്കാം. ഇവിടെ ഈ ഒരു wall artന് ഇതുപോലത്തെ 2 പേപ്പർ ലാമ്പാണ് നമുക്ക് ആവശ്യം. അത് നമ്മൾ വോളിൽ എത്ര സ്പേസിൽ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പേപ്പർ ലാമ്പ് ഹാങ് ചെയ്ത് വെക്കുന്നത്. ഒരുപാട് സ്പേസിൽ നമ്മൾ wall art ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ 2 കൂടുതൽ പേപ്പർ ലാമ്പ് ഹാങ് ചെയ്യുന്നതായിരിക്കും ഭംഗി. ഇപ്പം നമുക്ക് ഈ ഒരു wall artന് എന്തായാലും 2 പേപ്പർ ലാമ്പ് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ഇനി നമുക്ക് ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ പല സൈസിലായിട്ട് ബ്ലാക്ക് കളർ പേപ്പർ പീസസ് കട്ട് ചെയ്ത് വെക്കുക. ബ്ലാക്ക് കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് ഡാർക്ക് ബ്രൗൺ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ ബ്രാഞ്ചസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് ഒരു 1 by 1 ആയിട്ട് ഇത് സെറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ പലയിടത്തായിട്ട് ഈ ബ്രാഞ്ചസ് നമുക്ക് സെറ്റ് ചെയ്യാൻ മുകളിൽ. പിന്നെ ഇതുപോലെ അല്ലാതെ വേണമെങ്കിൽ നമുക്കൊരു വലിയ പേപ്പർ പീസ് എടുത്ത് അതിൽ ഫുൾ ബ്രാഞ്ചസിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചിട്ട് അത് പാർട്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വോളിൽ പേസ്റ്റ് ചെയ്യാം. അതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വോളിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ പേസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെറിയ പേപ്പറും വേസ്റ്റ് ആവില്ല. പേപ്പർ പീസസിൽ നമുക്ക് ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കാൻ ഇഷ്ടമുള്ള പോലെ. പിന്നെ വോളിൽ പേസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഏകദേശം ഒരു ബ്രാഞ്ചസിൻ്റെ സ്ട്രക്ചർ വന്നാൽ മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. പിന്നെ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്ലവർ ബഡ്സൊക്കെ സെറ്റ് ചെയ്യുന്ന പോർഷനിൽ വെക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ പീസസ് കുറച്ചധികം ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇനി ഇതെല്ലാം നമുക്ക് വോളിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഗ്ലൂ സ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂവും യൂസ് ചെയ്യാം. ഇനി ഓരോ ബ്രാഞ്ച് പീസിലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വോളിൽ പേസ്റ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു പീസ് നമ്മളെപ്പോഴും കമ്പാരിറ്റീവ്ലി ഉള്ളതിൽ തിക്കായിട്ടുള്ള ഒരു പീസ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം ഓരോ പീസസും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൻ്റെ കൂടെ ജോയിൻ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. 2-3 പീസസ് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യണം. ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫ്ലവറിൻ്റെയും ബാക്ക് സൈഡിൽ ഒരു സെൻറ്ററിൽ മാത്രമായിട്ട് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. പിന്നെ ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഡാർക്ക് ലൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് മിക്സ് ആയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ലീവ്സും സെറ്റ് ചെയ്യാം. ഓരോ ലീഫും സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബോട്ടം പോർഷനിൽ മാത്രം നമ്മൾ ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഗ്ലൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വോൾ ആർട്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് വേണ്ടാന്ന് വെച്ച് എടുത്ത് കളയുകയാണെങ്കിലും നമ്മുടെ വോളൊന്നും നാശമാവാതെ തന്നെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒരു കളറൊക്കെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വെള്ളം തൊട്ട് തുടച്ച് കളഞ്ഞാലും അത് പോവും. പിന്നെ ഇതുപോലത്തെ തിന്നായിട്ടുള്ള പീസസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഫ്ലവർ ബഡ്സും പിന്നെ ചെറിയ ലീവ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സും ലീവ്സും ബ്രാഞ്ചസൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇനി പേപ്പർ ലാമ്പ് ഹാങ് ചെയ്ത് വെക്കും. അതിനായിട്ട് ഒരു ബ്ലാക്ക് കളർ പേപ്പർ പീസിൽ നിന്ന് തിന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ളൊരു പ്ലേസിൽ അതൊന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ ഒരു പീസിൽ കുറച്ച് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ കുറച്ച് പാർട്സ് ജോയിൻ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തുകൊണ്ട് അതിന് ഇത്തിരി കനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം വോളിൽ പേസ്റ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇനി ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു പേപ്പർ ലാമ്പിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ വോളിലും കൂടെ സ്റ്റിക്കാവാൻ ഭാഗത്തിന് വേണം സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇനി നമ്മളൊരു LED ടീ ലൈറ്റ് കാൻഡിലും കൂടി ഇതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ആ ഒരു പേപ്പർ ലാമ്പ് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യണത്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് പേപ്പർ ലാമ്പും കൂടി നമ്മൾ ഹാങ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വോൾ ആർട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടെ ഒരു ചെറിയ പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെറുതെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ പെറ്റൽസ് ഒട്ടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബോട്ടം പോർഷനിൽ മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ബാക്കി ഭാഗം നമുക്ക് ഇങ്ങനെ പൊന്തി നിൽക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യുക. ഇതുപോലത്തെ വോൾ ആർട്സ് ഒക്കെ നമുക്ക് ബെഡ്റൂമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള വോൾ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.